വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഫോംസ് കുറച്ചെണ്ണം പഠിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പേ ഫോംസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഇപ്പോൾ വന്നു. കാരണം അമെൻഡ് ചെയ്തപ്പം ഒരു ഫോം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളുള്ള കാരണം നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അപ്പം അറിയാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തവരാണെങ്കിൽ ഒന്ന് അതിൻ്റെ കൂടെ ആഡായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ പറയുന്ന പോയിന്റുകൾ ജസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫോമുകൾ മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എല്ലാ ഫോമുകളും കേട്ടോ, മൊത്തം ഫോമുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫോമിലേക്ക് പഠിക്കാൻ പോവാം. ആദ്യം നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത് കേട്ടോ. രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമുകളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ഫോം നമ്പർ 1, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ടു ബി സബ്മിറ്റഡ്. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണല്ലേ, അപ്പോൾ അപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഫോമാണ് ഫോം നമ്പർ 1 എന്ന് പറയുന്നത്. ഫോം നമ്പർ 1 എന്തായിരുന്നു? അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ടു ബി സബ്മിറ്റഡ് ആണ്. ഓക്കെ. ഫോം നമ്പർ 2 പറയണത് ഓൺ റിസീപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ രജിസ്ട്രാർ ഷാൾ എൻ്റർ ദ സെയിം ഇൻ. നമ്മുടെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ ഫോം വാങ്ങി വെച്ചതിന് ശേഷം അത് ആളവിടെ എന്ത് ചെയ്യും? എൻ്റർ ചെയ്യും. ഓക്കെ, അതാണ് റിസീപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്നത് കിട്ടിയിട്ടുണ്ട്, ഇന്ന ഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന രജിസ്ട്രാർ ഷോൾ എൻ്റർ ചെയ്യുന്നതാണ് ഫോം നമ്പർ 2ലുള്ളത്. ഫോം നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3ലാണ്. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1 ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ആണ്. ഫോം നമ്പർ 2 എന്താണ്? ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രാർ ഷാൾ എൻ്റർ, അതിനുള്ളിൽ എൻ്റർ ചെയ്ത് വെക്കുന്നതാണ് ഫോം നമ്പർ 2. ഫോം നമ്പർ 3 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ, അത് ഫോം നമ്പർ 3ലാണ്. ഫോം നമ്പർ 4 എന്താണ്? ഫോം നമ്പർ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3Aയും 3Bയും ഉണ്ട് കേട്ടോ. ഫോം നമ്പർ 3Aയും ഉണ്ട്, 3Bയും ഉണ്ട്. സോ ഫോം നമ്പർ 3Aയും 3Bയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇർറിക്കവറബിളി ലോസ്റ്റ്. മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ്, അതായത് തിരിച്ചു കിട്ടാനാകാത്ത വിധം അത് മിസ്സായെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് 3Aയിലാണെന്ന് പറയുന്നത് കേട്ടോ. 3Aയിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്യുക. അതാണ് മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇർറിക്കവറബിളി ലോസ്റ്റ്. ഇനി 3B പുതിയ അമെൻമെൻറ്റ് പ്രകാരം കൂട്ടിച്ചേർത്തതാണ് 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഇവൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് സൊസൈറ്റിയുടെ പേര് മാറ്റുക എന്ന് പറയില്ല, ചേഞ്ച് ചെയ്യുക. ആ സമയത്ത് ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ, ആ സമയത്ത് സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 3Bയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 2ലാണ് അത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫോം നമ്പർ 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോം നമ്പർ 3B ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയാണ്, അതിനുള്ള സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് അറ്റ് ദ ടൈം ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി, അതാണ് 3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3A എന്തായിരുന്നു? മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇർറിക്കവറബിളി ലോസ്റ്റ്, അതാണ് 3A. അപ്പോൾ 3B കിട്ടിയെന്ന് വിചാരിക്കുന്നു, 3Aയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, വോയിസ് ക്ലാസ് പ്ലസ് PDF നോട്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 500 രൂപയാണ് കേട്ടോ കോഴ്സ് ഫീ വരുന്നത്. അപ്പം ജോയിൻ ചെയ്യുക, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക. ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ, വാട്സപ്പ് ചെയ്താൽ മതി. പിന്നെ കൂടാതെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ സീരീസ് ചെയ്യുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതിലും ജോയിൻ ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക. ഓൺലൈൻ എക്സാം ഉണ്ട്, കൂടാതെ അതിൻ്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് 200 രൂപയാണ് വരുന്നത്. ഓക്കെ, 30 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫോം 4 നോക്കാം കേട്ടോ. ഫോം നമ്പർ 4 നോക്കാം. എ രജിസ്റ്റർ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് സൊസൈറ്റീസ്. എല്ലാ സൊസൈറ്റികളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രാറുടെ കയ്യിലുള്ള പ്രധാനപ്പെട്ട ഫയലാണ് ഈ ഫോം നമ്പർ 4 എന്ന് പറഞ്ഞത്. അതെല്ലാം അതിലാണ് എഴുതി വയ്ക്കുക. ആളുടെ പ്രധാനപ്പെട്ട രേഖയാണ് അത് കേട്ടോ. കാരണം എല്ലാ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളുടെ രേഖകളും എവിടെ ഉണ്ടാവും? ഫോം നമ്പർ 4ൽ ഉണ്ടായിരിക്കും. അതിൽ അമെൻമെൻറ്റ് ഓഫ് ബൈലോ, എന്തെങ്കിലും ബൈലോയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അതും അതിലെ ഡേറ്റ് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതാണ് ഫോം നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോം നമ്പർ 5 ഓർഡർ ഓഫ് ചേഞ്ച് ഓഫ് നെയിമിന് ഓർഡർ വരുന്നത് ഫോം നമ്പർ 5ലാണ്. ഫോം നമ്പർ 6 എന്ന് വെച്ചാൽ ഫോം ഓഫ് നോട്ടീസ് ടു ദ ചേഞ്ച് ഓഫ് നെയിം വന്നു കഴിഞ്ഞാൽ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യും, അത് ഫോം നമ്പർ
6-ലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് മെമ്പർഷിപ്പ്, അതായത് ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകളാണ് ഇനി പറയുന്നത്. ഫോം നമ്പർ 6A ആണ് പറയണത്. 6A ഐഡൻറ്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് 6Aയിലാണ്. 6B എന്താണ്? രജിസ്റ്റർ ഓഫ് ഐഡൻറ്റിറ്റി കാർഡാണ്. അതിന് അക്നോളജ്മെൻറ്റ് കൊടുക്കുക അല്ലേ. അക്നോളജ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് കെപ്റ്റ് ഇൻ ദ സൊസൈറ്റി. എവിടെയാണ് സൂക്ഷിക്കുക? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണത്. സൊസൈറ്റിയിലാണ് സൂക്ഷിക്കുക. അക്നോളജ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് സൊസൈറ്റിയിലാണ് സൂക്ഷിക്കുക. ഫോം നമ്പർ 6Bയിലാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ ഗേഹാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഒരുപാട് ഫോമുള്ള ഭാഗമാണ് ഗേഹാനുമായി ബന്ധപ്പെട്ടത്. 51A ആണ് പ്രൊസീജിയർ ഫോർ ക്രിയേഷൻ ഓഫ് ഗേഹാനുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫോം നമ്പർ 7 നോക്കുകയാണെങ്കിൽ ഡിക്ലറേഷൻ ഫോർ ചാർജ് ഓൺ ലാൻഡിൽ ചാർജ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുക്കണം ആദ്യം നമ്മൾ. എൻ്റെ വസ്തു ഞാനാണ് ലോൺ എടുക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ ഡിക്ലറേഷൻ കൊടുക്കണം അല്ലേ, ചാർജ് ഓൺ ലാൻഡ്. ഫോം നമ്പർ 8 എന്താ പറയണത് വെച്ചാൽ രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻ. ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻസിൻ്റെ എല്ലാം രജിസ്റ്ററാണ് എന്ത് ഫോം നമ്പർ 8 എന്ന് പറയണത്. ഫോം നമ്പർ 8Aയിലാണ് ഗേഹാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഒരുപാട് ഫോമുകൾ ഉണ്ടെങ്കിലും ഈ 8A നമ്മൾ വേറെ തന്നെ പഠിക്കണം. കാരണം അവസാനം കുറേ ഫോം പഠിച്ചു, ക്രിയേഷൻ ഓഫ് ഗേഹാൻ ചോദിച്ചാൽ അത് ഏതാണെന്ന് അറിയില്ല എന്ന് പറയരുത്. ക്രിയേഷൻ ഓഫ് ഗേഹാൻ എന്ന് പറഞ്ഞാൽ ഫോം നമ്പർ 8A ആണ്. ഗേഹാൻ്റെ ഡിക്ലറേഷൻ വരുന്നത് 8Aയിലാണ്. അത് തന്നെയാണ് ക്രിയേഷൻ ഓഫ് ഗേഹാൻ എന്നറിയപ്പെടുന്നതും 8A ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. 8B എന്ന് പറഞ്ഞാൽ അതിൻ്റെ രജിസ്റ്ററാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കുള്ള രജിസ്റ്ററാണ് 8B. ആദ്യം ഇവിടെ വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ 8Bയും 8Cയും പഠിക്കുമ്പം ഒത്തിരി കനപ്പെട്ടതും വിലപ്പെട്ടതും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണല്ലോ. അതിനാണല്ലോ ഒത്തിരി കൂടി വാല്യൂ ഉണ്ടാവുക. സ്ഥലത്തിനും അല്ലെങ്കിൽ ബിൽഡിങ്ങിനും ഒക്കെ അല്ലേ വില കൂടുതലുണ്ടാവുക. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. 8B ആണ് ആദ്യം വരിക. കാരണം വില കൂടിയ സാധനങ്ങൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആദ്യം വന്നു 8B. 8A പിന്നെ എന്തായാലും ക്രിയേഷൻ ഓഫ് ഗേഹാനാണ്. വില കൂടിയ സാധനം ആദ്യം വന്നു, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി 8B. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മൂവബിൾ പ്രോപ്പർട്ടി 8C കേട്ടോ. സോ അങ്ങനെ തന്നെ പഠിക്കണം. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡിക്ലറേഷൻ്റെ രജിസ്റ്ററാണ് 8Bയും മറ്റത് മൂവബിൾ പ്രോപ്പർട്ടിയുടെ ആണെങ്കിൽ എന്ത് 8Cയും കേട്ടോ. ആ രണ്ട് രീതിയിൽ തന്നെ പഠിക്കണം. 8B 8C തന്നെ പഠിക്കുക. അപ്പോൾ 8, 8A, 8B, 8C. ഓക്കെ, ഇനി 8D ലോൺ ആപ്ലിക്കൻ്റ് കൊടുക്കേണ്ട ഡിക്ലറേഷനാണ് 8D എന്നത്. 8E നോട്ടീസാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ള ഹാവിങ് ഇൻട്രസ്റ്റ് ഹൈപ്പോത്തിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടീസാണ് എന്ത് 8E എന്നത്. അതാണ് ഈ ഗേഹാനുമായി ബന്ധപ്പെട്ടതുള്ളത്. അപ്പോൾ 7 ഡിക്ലറേഷൻ ഫോർ ചാർജ് ഓൺ ലാൻഡ്, 8 രജിസ്റ്റർ ഓഫ് ഡിക്ലറേഷൻസ്, 8A എന്താണ് ക്രിയേഷൻ ഓഫ് ഗേഹാൻ, 8B ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷൻ രജിസ്റ്ററും, 8C മൂവബിൾ പ്രോപ്പർട്ടി ഡിക്ലറേഷൻ രജിസ്റ്റർ. ഈ മൂന്നൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 8, 8A, 8B അതുപോലെ 8C അത് നന്നായി നോട്ട് ചെയ്ത് വെച്ചോളൂ. 8D ഡിക്ലറേഷൻ മെയ്ഡ് ബൈ ലോൺ ആപ്ലിക്കൻ്റ് ചോദിച്ചു കണ്ടിട്ടില്ല. 8E നോട്ടീസ് ടു ഓൾ കൺസേൺസ് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ ഹൈപ്പോത്തിക്കേഷൻ. അടുത്തത് വരുന്ന സാലറി ഓർ വേജസുമായി ബന്ധപ്പെട്ടിട്ട് സാലറി ഡിഡക്ഷൻ പിടിച്ചു കൊടുക്കണം. അതായത് സാലറി പിന്നെ സാലറി ഡിസ്പേഴ്സിങ് ഓഫീസറാണ് എന്ത് ചെയ്യുന്നത്, സാലറി കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അടയ്ക്കുക. ലോൺ എടുത്ത എവിടെയാ വെച്ചാൽ അവിടേക്ക് അടയ്ക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിഡക്ഷൻ ചെയ്യുമ്പോൾ ഫോം നമ്പർ വേണം. അതാണ് ആ ഫോം വേണം. അപ്പോൾ ഫോം നമ്പർ 9 എന്ന് പറഞ്ഞാൽ റിക്വസിഷൻ ടു പേ ഡിസ്പേഴ്സിങ് ഓഫീസറാണ് ഫോം നമ്പർ 9 വരുന്നത്. ഫോം നമ്പർ 10 വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് റെമിറ്റൻസ് ഫോം ഓഫ് റിക്കവറീസ് ഡ്യൂസ്. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. റെമിറ്റൻസുമായി ബന്ധപ്പെട്ട് റിക്കവറി ചെയ്തെടുത്ത ഡ്യൂസ് എത്രയാണോ റിക്കവറി ചെയ്തത് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ അടങ്ങുന്നതാണ് ഫോം നമ്പർ 10 എന്ന് പറയുന്നത്. ഓക്കെ, 11 അതിൻ്റെ രജിസ്റ്ററാണ് റിക്കവറി ആൻഡ് റെമിറ്റൻസ്. തിരിച്ചടവുകളും അതുമായി ബന്ധപ്പെട്ട് റിക്കവറി പിടിച്ചെടുക്കലും തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററാണ് ഫോം നമ്പർ 11 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് അടുത്തത് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്റിന് അടയ്ക്കാനുള്ള അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടതാണ് ഇനി നോക്കാൻ പോകുന്നത്. ഫോം നമ്പർ 12 നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ടു എക്സിക്യൂഷൻ അവാർഡാണ്. ഫോം നമ്പർ 13 എന്താണ്, സർട്ടിഫിക്കറ്റ് ദാറ്റ് സം ഡ്യൂ ടു ഗവൺമെൻറ് ഈസ് റിക്കവേർഡ്. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ളത് റിക്കവർ ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുമ്പോൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ 13 കൊടുക്കുക. ഫോം നമ്പർ 14 എന്താണ്, അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു SCU. SCUവിൽ അഫിലിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നത് 14. 14A പറയണത് നോമിനേഷൻ ഫോർ എലക്ഷൻ മെമ്പേഴ്സ് ടു CCU. CCUവിൻ്റെ എലക്ഷൻ്റെ സമയത്തുള്ള നോമിനേഷനാണ് 14A. 14B SCUവിൻ്റെ നോമിനേഷനാണ്. മാനേജിംഗ് കമ്മിറ്റിക്കുള്ള SCUവിൻ്റെ നോമിനേഷനാണ് 14B. ആദ്യം CCUവിൻ്റെ നോമിനേഷൻ ഫോർ എലക്ഷൻ മെമ്പേഴ്സ് 14A, പിന്നെ തുടർന്നാണ് SCUവിൻ്റെ വരുന്നത് 14B. ഓക്കെ, അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 14, 14A, 14B, ആദ്യം SCU, പിന്നെ നടുക്കൊരു CCU, പിന്നെ വീണ്ടും SCU കേട്ടോ.
ഇനി അടുത്ത ട്രിബ്യൂണലാണ്. ട്രിബ്യൂണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ അത്യാവശ്യം ഫോമുകൾ പഠിക്കാനുള്ളതാണ് ട്രിബ്യൂണലിൽ കേട്ടോ. ഫോം നമ്പർ 15 ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന് അപ്പീൽ കൊടുക്കുന്ന ഫോം 15. 16 എന്താണ്? റിവ്യൂ കൊടുക്കുന്നതാണ് കേട്ടോ. റിവ്യൂ കൊടുക്കുന്ന ഫോമാണ് ട്രിബ്യൂണലിന് 16. 17 എല്ലാ പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻസ്, അപ്പീലും റിവ്യൂവും അല്ലാത്ത, അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ, അതാണ് ഫോം നമ്പർ 17 എന്ന് പറയുന്നത്. ഓൾ പ്രിൻസിപ്പൽ ആപ്ലിക്കേഷൻസ് അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ. ഫോം നമ്പർ 18 പറഞ്ഞാൽ എന്താണ്? ഇന്റർലൊക്യൂട്ടറി ആപ്ലിക്കേഷൻ ടു ട്രിബ്യൂണൽ. ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് ഫോം, അതിന് വേണ്ടിയിട്ട് ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം എന്താണ്? ഫോം നമ്പർ 18 കേട്ടോ. 18 ഇടക്കാല ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഫോം നമ്പർ 18 ആലോചിക്കുക. ഫോം നമ്പർ 19 എന്താണ്? നോട്ടീസ് ടു കൺസേൺഡ് പാർട്ടീസ് ടു ക്യൂർ ദ ഡിഫക്ട്സ് ഇൻ അപ്പീൽ ഓർ ആപ്ലിക്കേഷൻ. അപ്പീൽ ഇപ്പോൾ വേണ്ട രേഖകളൊന്നും അതിൽ എൻക്ലോസ് ചെയ്തിട്ടില്ല, അതിൽ കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു നോട്ടീസ് പ്രൊവൈഡ് ചെയ്യും സെക്രട്ടറി പാർട്ടീസിനോട് കേട്ടോ. ഇതിന് ഡിഫക്റ്റ് ഉണ്ട്, എന്നെ പേപ്പറുകളൊക്കെ കുറവാണ്, അത് ക്യൂർ ചെയ്യാൻ പറഞ്ഞൊരു നോട്ടീസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതാണ് ഈ ഫോം നമ്പർ 19 എന്ന് പറഞ്ഞത്. അതിനുശേഷം ഫോം നമ്പർ 20 നോട്ടീസ് ഓഫ് ഹിയറിങ്ങിന് വിളിപ്പിക്കും കൺസേൺഡ് പാർട്ടീസ്. അതായത് ഡിഫക്റ്റ് ക്യൂർ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഡിഫക്റ്റുകൾ അവർ കിട്ടി, നോട്ടീസ് കിട്ടിയെങ്കിലും അവരെന്ത് ചെയ്തില്ല? വേണ്ടപ്പെട്ട രേഖകളൊന്നും ഹാജരാക്കി. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു ഹിയറിങ്ങിന് വിളിപ്പിക്കും. അതാണ് ഫോം നമ്പർ 20 കേട്ടോ. ഫോം നമ്പർ 21 എന്ന് പറഞ്ഞാൽ അപ്പീലിൻ്റെ രജിസ്റ്ററാണ്. അപ്പോൾ 20 വരെയുള്ളതൊക്കെ നോട്ടീസുകളായിരുന്നു. എന്നാൽ 21 തൊട്ടിട്ട് അതിൻ്റെ രജിസ്റ്ററുകളാണ് കേട്ടോ. അപ്പീലുമായി ബന്ധപ്പെട്ട രജിസ്റ്ററാണ് 21. റിവ്യൂ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട രജിസ്റ്ററാണ് 22. അപ്പോൾ 21ഉം 22ഉം ആ രീതിക്ക് പഠിക്കുക. 21 മുതൽ ഈ താഴോട്ടൊക്കെ രജിസ്റ്ററാണ് കേട്ടോ. 23 റിവിഷൻ്റെ ആപ്ലിക്കേഷൻ്റെ രജിസ്റ്ററാണ്. 24 റീസ്റ്റോറേഷൻ്റെ ആപ്ലിക്കേഷൻ്റെ രജിസ്റ്ററാണ്. 25 രജിസ്റ്ററാണ്. 25 മിസ്സലേനിയസ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററാണ് കേട്ടോ. പിന്നെ 26 രജിസ്റ്റർ ചെയ്യാത്ത അപ്പീലുകളും ആപ്ലിക്കേഷൻസും ഇവർ എൻ്റർ ചെയ്ത് വെക്കുന്നതാണ് 26. 27 ഇൻറ്റിമേഷൻ, രജിസ്ട്രാർക്ക് ഇൻറ്റിമേഷൻ കൊടുക്കും ഫോർ കോളിംഗ് ദ റെക്കോർഡ്സ് ആൻഡ് പ്രൊസീഡിങ്സ് വിത്ത് ഹിം. ആളുടെ കയ്യിൽ വല്ല ഡോക്യുമെൻ്റും ഉണ്ടോ, അപ്പോൾ ഇവരുടെ ഓഫീസിൽ തക്കതായ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ രജിസ്ട്രാർക്ക് ഇൻറ്റിമേഷൻ അയച്ചു കൊടുക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തരാൻ പറഞ്ഞിട്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഫോം നമ്പർ 27 പറയുന്നത്. ഇൻറ്റിമേഷൻ ടു രജിസ്ട്രാർ ഫോർ കോളിംഗ് ദ റെക്കോർഡ്സ് ആൻഡ് പ്രൊസീഡിങ്സ് വിത്ത് ഹിം. പിന്നെ ഫോം നമ്പർ 28 പറഞ്ഞത് പ്രിലിമിനറി ഹിയറിങ്ങിന് വിളിപ്പിക്കും കേട്ടോ. ആദ്യം അതിൻ്റെ നോട്ടീസാണ് 28. 29 ശരിക്കുള്ള ഹിയറിങ്, നോട്ടീസ് ഓഫ് ഹിയറിങ്. പിന്നെ 30 ആപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പീസാണ്. അപ്ലിക്കേഷൻ ഫോർ സർട്ടിഫൈഡ് കോപ്പീസ് ഇപ്പോൾ നമുക്ക് വേണമെന്നെങ്കിൽ നമുക്കിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുമായി ബന്ധപ്പെട്ട സർട്ടിഫൈഡ് കോപ്പീസ് വേണമെങ്കിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഫോം നമ്പർ 30 പറയണത്. ഫോം നമ്പർ 31 പറയണത് അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയിലേക്കുള്ള അഫിലിയേഷനുള്ള ഇതാണ് ഫോം നമ്പർ 31. അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ടു സെൻട്രൽ ഓർ അപ്പെക്സ് സൊസൈറ്റീസ് ആണ് ഫോം നമ്പർ 31 പറയണത്. ഓക്കെ, ഇനി റിലേറ്റിംഗ് ടു റൂൾ അടുത്തത് 35A ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമുകളാണ് പറയുന്നത് കേട്ടോ. ഫോം നമ്പർ 32 എന്താണെന്ന് നോക്കാം. രജിസ്റ്റർ ഓഫ് ആക്റ്റീവായ മെമ്പേഴ്സ് ആരെല്ലാമാണ്, ആർക്കാണ് എലിജിബിലിറ്റി. ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് വോട്ട് ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളത്, ആ മെമ്പേഴ്സിനെയാണ് ഈ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുക. അപ്പോൾ അവരുടെ ലിസ്റ്റാണ് ഫോം നമ്പർ 32 പറഞ്ഞത്. അവർ രജിസ്റ്ററാണ് കേട്ടോ. രജിസ്റ്റർ ഓഫ് ആക്റ്റീവ് മെമ്പേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട്, അതിൻ്റെ രജിസ്റ്ററാണ് ഫോം നമ്പർ 32 പറയണത്. ഓക്കെ, 34 പറയണത് പ്രിലിമിനറി വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 34 ആദ്യമായിട്ട് പ്രാരംഭമായിട്ട് എന്ത് ചെയ്യും, ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പുറപ്പെടുവിക്കും. അത് കഴിഞ്ഞ് 35 ഫൈനലായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 36 നോമിനേഷനെ കുറിച്ചിട്ടാണ്. നോമിനേഷൻ ഫോം, കാൻഡിഡേറ്റ്സിൻ്റെ നോമിനേഷൻ ഫോം കിട്ടിയത് 36 വെക്കുക. 37 അക്നോളജ്മെൻറ്റ് ഫോർ ദ റെസിപ്റ്റ് ഓഫ് നോമിനേഷൻ പേപ്പറിന് എന്ത് കൊടുക്കണം, അക്നോളജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ, കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് വാങ്ങി കറക്റ്റ് ടൈമൊക്കെ എഴുതി വയ്ക്കും, ആർക്കാ ഏത് സമയത്താണ് കിട്ടിയത്. അത് ഫോം നമ്പർ 37 ആണ് കേട്ടോ. ഫോം നമ്പർ 38 പറഞ്ഞത് കമ്പാനിയൻ വോട്ട് ഇൻ ദ ഇലക്ഷൻ, അതായത് വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ ആൾക്കൊരു കമ്പാനിയനെ കൊണ്ടുവരാം. അപ്പോൾ അതിനൊരു എന്ത് ചെയ്യണം, ഒരു ഡിക്ലറേഷൻ വേണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോം നമ്പർ 38 കേട്ടോ. കമ്പാനിയൻ വോട്ടിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഫോം നമ്പർ 38. ഫോം നമ്പർ 39 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അറ്റാച്ച്മെൻറ്റും സെയിലും നടക്കുമല്ലോ, അറ്റാച്ച്മെൻറ്റും സെയിലും നടത്തിയിട്ട് ജപ്തി ചെയ്തു, അവർ വിൽപ്പനയ്ക്ക് വെച്ചു, അങ്ങനെ വിൽപ്പന നടന്നു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിക്ക് ഒരു
സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ കൊടുക്കണം. ആ സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ രജിസ്ട്രാറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഫോം നമ്പർ 39 കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ 39 ഫോമുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോം നമ്പർ 39 സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ ഗ്രാൻഡഡ് ബൈ രജിസ്ട്രാറാണ്. സോ എല്ലാ ഫോമുകളും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫോമുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ, മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ ഇത് ഇടും കേട്ടോ. ഓക്കെ, നമ്മുടെ ലോയുടെ സ്റ്റഡി ഗ്രൂപ്പിൽ, അതായത് പെയ്ഡ് ഗ്രൂപ്പിൽ അംഗമായവർ നമ്മുടെ ലോയുടെ ഭാഗത്ത് പോയി നോക്കിയാൽ മതി. ഇതിൻ്റെ PDF നമ്മൾ അവിടെ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്